നെക്സ്റ്റ് സെക്ഷനാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ നമ്മളൊരു ഡാറ്റേനെ കണ്ടൻസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിട്ട് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവറേജസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് ഡാറ്റ ഏതൊരു വാല്യൂവിന് ചുറ്റുമാണ് കൂടി നിൽക്കുന്നത്, ഒരു ക്ലസ്റ്റർ ചെയ്ത് നിൽക്കുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ് ആര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, ആവറേജ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ദാറ്റ് ഇസ് ആവറേജ് വാസ് എ സിംഗിൾ വാല്യൂ. ഇതൊരു ആവറേജ് ആണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ഡാറ്റയിലുള്ള വാല്യൂസ് എല്ലാം ഈ ആവറേജിന് ചുറ്റുമായിട്ട് നിൽക്കുന്ന വാല്യൂസ് ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. അതായത് ഡാറ്റയുടെ മറ്റൊരു ഡാറ്റയെ കുറിച്ചിട്ട് മറ്റൊരു ഐഡിയ കിട്ടാനുള്ള വേറൊരു മെഷറാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്താ പറഞ്ഞു തരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ, ലൈറ്റ് ഡിസ്പേഴ്സ് ചെയ്യുന്നു, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് അല്ലേ, അതായത് ചെതറുകയാണ് ചെയ്യുന്നത് ലൈറ്റ് അല്ലേ. അതുമാതിരിയാണ് നമ്മളിവിടെ ഡാറ്റ എത്രത്തോളം ചെതറിയിട്ടാണ് കിടക്കുന്നത്, അതായത് ഡാറ്റയുടെ എത്രത്തോളം സ്കാറ്റേർഡ് ആണ് ആ കാര്യമാണ് നമ്മൾ എവിടെ നോക്കാൻ പോകുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നോക്കാൻ പോകുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ സ്കാറ്റേർഡ്നെസ് ഓഫ് വാല്യൂസ് ഇൻ ദ ഡാറ്റ. അതായത് ഒരു ആവറേജ് എന്നോ അല്ലെങ്കിൽ തമ്മാമിലോ ഡാറ്റ വാല്യൂസ് എത്രത്തോളം വേരിയേഷൻ ആണ് വരുത്തിയിരിക്കുന്നത്, ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്, ചെതറിയിട്ടാണ് കിടക്കുന്നത്. ഈ ഐഡിയ ആണ് ആര് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. കാരണം ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ ആവശ്യം എന്താണെന്ന് അറിയോ, നമുക്കൊരു ആവറേജ് മാത്രം കൊണ്ട് നമുക്ക് ഡാറ്റയെ പറ്റിയിട്ട് ഐഡിയ കിട്ടുന്ന ഐഡിയ ഉണ്ടല്ലോ, അതിനെക്കാട്ടും കൂടുതൽ ഐഡിയ ഡിസ്പേർഷൻ കൂടി പറഞ്ഞാൽ നമുക്കറിയാം. കാരണം ഇപ്പം ഞാനൊരു ഡാറ്റ പറയുകയാണ്, ഇപ്പം ഒരു 18, 19, 20, 21, 22 ഇതെൻ്റെ ഒരു ഡാറ്റയാണ്. ഞാൻ പറയും ഈ ഡാറ്റയുടെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, 20 ആണ്. 20 ഈസ് ദ ആവറേജ് ഓഫ് ദിസ് ഡാറ്റ അല്ലേ. അപ്പോൾ ഈ 20 എന്ന് പറയുന്ന, അപ്പോൾ 20 ആണ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 20ൻ്റെ ചുറ്റുമുള്ള ഒബ്സർവേഷൻ ആണെന്ന് അറിയാം. ഞാൻ മറ്റൊരു ഡാറ്റയാണ് എഴുതാൻ പോകുന്നത്. ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ഇപ്പോൾ 10, 15, 20, 25, 30 ഞാൻ മറ്റൊരു ഡാറ്റ എഴുതുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഡാറ്റയുടെ ആവറേജും എന്താണ്, 30 ആണ്, അതായത് 20 ആണ്. അപ്പോൾ ഈ 20 എന്ന് പറഞ്ഞ ആവറേജ് ഇവിടെ ഡാറ്റ വാല്യൂസ് കുറച്ചും കൂടി വളരെ തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂസാണ്. ഇവിടെ നോക്കൂ, കുറച്ചും കൂടി ചെതറി കിടക്കുന്ന വാല്യൂസാണ് അല്ലേ. അതുമാതിരി ഇപ്പം 0, 10, 20, 30, 40 ഈ ഡാറ്റ നോക്കുക. ഈ ഡാറ്റയുടെ ആവറേജ് നോക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, 20 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴെല്ലാം ആവറേജ് 20 കിട്ടും. അപ്പോൾ 20 എന്ന് കിട്ടിയാലും ഡാറ്റയുടെ ബാക്കിയുള്ള ഒബ്സർവേഷൻസ് എങ്ങനെയാണ് കിടക്കുന്നത്, ഇവിടെ വളരെ അടുത്തായിട്ടാണ്, ഇവിടെ അതായത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടാണ് ഒബ്സർവേഷൻസ് കിടക്കുന്നത്. ഇവിടെ നോക്കൂ, ഇത് കുറച്ചും കൂടി സ്കാറ്റേർഡ് ആണ്, ഇവിടെ നോക്കൂ ഇത് അതിലും സ്കാറ്റേർഡ് ആണ്. അപ്പോൾ 20 ആണ് ആവറേജ് എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ ബാക്കിയുള്ള ഒബ്സർവേഷൻസ് എങ്ങനെയാണ് ചെതറിക്കിടക്കുന്നത്, എത്രത്തോളമാണ് ആ സ്കാറ്റേർഡ്നെസ്, അതിൻ്റെ മെഷറും കൂടി അറിയുകയാണെങ്കിൽ നമുക്ക് ഡാറ്റയെ കുറിച്ചിട്ട് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചൊരു സ്കാറ്റേർഡ്നെസ്, ആ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഒരു ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്, ഒരു സ്മോൾ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവാം ഡാറ്റ വാല്യൂസ് 20ൻ്റെ വളരെ അടുത്തായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. എന്നാൽ കുറച്ചും കൂടി വലിയ വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും 20 ആണ് ആവറേജ്, പക്ഷേ ബാക്കിയുള്ള വാല്യൂസൊക്കെ 20നെക്കാട്ടും കുറച്ചും കൂടി ഇങ്ങനെ ദൂരെ ചെതറിയിട്ടാണ്, സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പഠിക്കുന്നത്. It measures the scatteredness of observations in a data from an average or among themselves. തമ്മാമിൽ എത്രത്തോളം ചെതറിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ആവറേജ് എന്ന് എത്രത്തോളം ചെതറിയിട്ടാണ് കിടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ രണ്ട് തരത്തിലുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമുക്ക് പറയാം. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. അതായത് ഇറ്റ് ക്യാൻ ബി ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഓർ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ആബ്സല്യൂട്ട് മെഷറും ഉണ്ട്, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനും ഉണ്ട്. ഈ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കയ്യിൽ ഒരൊറ്റ സെറ്റ് ഡാറ്റയേ ഉള്ളൂ. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഫസ്റ്റ് BSc കുട്ടികളുടെ മാർക്കുകളാണ് എൻ്റെ കയ്യിലുള്ള ഡാറ്റ, ഒരു സെറ്റ് ഡാറ്റ. അപ്പോൾ ഇതിൽ ഈ ഡാറ്റ വാല്യൂസ് തമ്മിൽ എത്രത്തോളം ഡിസ്പേഴ്സ്ഡ് ആണ് അല്ലെങ്കിൽ ഒരു ആവറേജിൽ നിന്ന് എത്രത്തോളം സ്കാറ്റേർഡ് ആണ് കിടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ തരുന്നത്. അതായത് ഒരൊറ്റ വൺ സെറ്റ് ഓഫ് ഡാറ്റയെ നമ്മളെ കയ്യിലുള്ളെങ്കിൽ ആ സെറ്റ് ഓഫ് ഡാറ്റയുടെ ഡിസ്പേർഷൻ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ.
എന്നാൽ ഇപ്പം നമ്മളെ കയ്യിൽ 2 സെറ്റ് ഓഫ് ഡാറ്റയുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഫസ്റ്റ് BSc കുട്ടികളുടെ മാർക്കും ഉണ്ട്, ഇപ്പോൾ ഫസ്റ്റ് BCA കുട്ടികളുടെ മാർക്കുകളും ഉണ്ട് വിചാരിക്കുക. അപ്പോൾ 2 സെറ്റ് ഓഫ് ഡാറ്റ. അപ്പോൾ എനിക്ക് കമ്പയർ ചെയ്യണം ഏതിലാണ് സ്കാറ്റേർഡ്നെസ് കുറവ്, ഏതിലാണ് സ്കാറ്റേർഡ്നെസ് കൂടുതൽ എന്നൊക്കെ മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. 2 or more sets of data വരുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ കമ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതിലാണ് ഡിസ്പേർഷൻ കുറവ്, ഏതിലാണ് കൂടുതൽ എന്നൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്, റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് 2 മെഷർ ഓഫ് ഡിസ്പേർഷൻ, ആബ്സല്യൂട്ടും ഉണ്ട് റിലേറ്റീവും ഉണ്ട്. ഒരൊറ്റ സെറ്റ് ഓഫ് ഡാറ്റയേ ഉള്ളെങ്കിൽ നമ്മൾ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നു. 2 അതിലധികമോ സെറ്റ് ഓഫ് ഡാറ്റയുണ്ട്, അവരുടെ സ്കാറ്റേർഡ്നെസ് മെഷർ ഓഫ് ഡിസ്പേർഷൻ കമ്പയർ ചെയ്യണമെങ്കിലാണ് നമ്മൾ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മൾ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ റേഞ്ച് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റേഞ്ചാണ്, ഫസ്റ്റ് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുന്നത് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ആണ്. ദെൻ വി ഹാവ്, ഇതിന് നമ്മൾ QD എന്ന് പറയും കേട്ടോ, ക്വാർട്ടൈൽ ഡീവിയേഷൻ. ദിസ് ഇസ് MD. Then we have the most important one, that is standard deviation. Standard deviation, SD എന്ന് പറയും. അപ്പോൾ ഈ 4 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് എല്ലാത്തിനും ഓരോ ആബ്സല്യൂട്ട് മെഷറിന് കറസ്പോണ്ടിങ് ആയിട്ടും റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ടാവും. അപ്പോൾ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് നമ്മൾ അടുത്ത് ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അതെല്ലാം തന്നെ ഈ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഒരു റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആൻ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ടു ദ ആവറേജ്. ഒരു ആവറേജ് ഇതും പിന്നെ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ തമ്മിലുള്ള റേഷ്യോ ആണ് സാധാരണ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനായിട്ട് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് റിലേറ്റീവ് മെഷർ അതായത് റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. മീൻ ഡീവിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാം കോഎഫിഷ്യൻ്റ് ഓഫ് എന്നാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരാളും കൂടിയുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയും. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, CV എന്നാണ് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ല. അപ്പോൾ ഇത് ഒരൊറ്റ സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ, ഇതെന്തിനാണ്, ഒന്നിലധികം സെറ്റ്സ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ കമ്പയർ ചെയ്യാനും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഇവരുടെ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ, ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആവറേജ് പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ റിജിഡ്ലി ഡിഫൈൻഡ് ആയിരിക്കണം. And second ആയിട്ട് it should be based on all observations, based on all observations. പിന്നെ it is capable of further mathematical treatment, further mathematical treatmentന് സാധിക്കണം, capable of further mathematical ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇറ്റ് ഷുഡ് നോട്ട് ബി not affected by extreme values, it should not be affected by extreme values. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് കൂടി എന്തിനുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടീസാണ്. ഇതൊക്കെ വേണം നല്ലൊരു മെഷർ ഓഫ് ഡിസ്പേർഷന്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും ഈ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷേ കൂടുതൽ പ്രോപ്പർട്ടീസ് ഉള്ളത് നമ്മൾ നല്ലൊരു മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ നോക്കാൻ പോവാണ്. ദ സിംപ്ലസ്റ്റ് വൺ, ദാറ്റ് ഈസ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഒബ്സർവേഷൻ ഇൻ എ ഡാറ്റ. ഹയസ്റ്റ് ഒബ്സർവേഷൻ
മൈനസ് ലോവസ്റ്റ് ഒബ്സർവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഡാറ്റയുടെ റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ റോ ഡാറ്റയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് റോ ഡാറ്റയാണെങ്കിൽ നമുക്ക് കുറച്ച് വാല്യൂസ് ഇങ്ങനെ തന്നിട്ടുണ്ടോ റോ ഡാറ്റയിൽ. ഇപ്പോൾ 5, 2, 8, 12, 15, 1, 3, 10 ഇതാണ് എനിക്ക് തന്നിരിക്കുന്നത് റോ ഡാറ്റ. അപ്പോൾ ഇതിലെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റേഞ്ച്, ഈ ഡാറ്റയിലുള്ള ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ ഈ ഡാറ്റയിലെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്, എച്ച് മൈനസ് എൽ ആണ് റേഞ്ച്. ഹയസ്റ്റ് വാല്യൂ ഇസ് 15, ലോവസ്റ്റ് വാല്യൂ ഇസ് 1. സോ ദ റേഞ്ച് ഓഫ് ദിസ് ഡാറ്റ ഇസ് 15 മൈനസ് 1, 40. അല്ലേ? അതുമാതിരി ഇപ്പം ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ നമ്മൾ കാണുക വിചാരിക്കുക. ഞാൻ കാണാൻ പോകുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ്. വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. അതായത് ഇത് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്, വെറും റേഞ്ച് എന്ന് പറയുമ്പം. ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ വിച്ച് ഇസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. അല്ലേ? അപ്പോൾ എച്ച് മൈനസ് എൽ, that is 15 minus 1 divided by h plus l, 15 plus 1. അപ്പോൾ ആൻസർ എന്താണ്, 14 divided by 16 which is equal to 7/8. ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഇതായിരിക്കും നമ്മളുടെ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം ഡിസ്ക്രീറ്റ് സീരീസ് ആണ് വിചാരിക്കുക. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ നമ്മൾ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ റേഞ്ചും അതിൻ്റെ കറസ്പോണ്ടിങ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനും എന്താ നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ എന്താ ഉണ്ടാവുക, എക്സ് വാല്യൂസും ഒബ്സർവേഷൻസും ഫ്രീക്വൻസികളും ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ 10, 15, 18, 25, 32, 60 ഇങ്ങനെയാണ് നമ്മളെ ഡാറ്റ എന്ന് വിചാരിക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അപ്പോൾ 3, 5, 2, 8, 9, 5 ഇങ്ങനെയൊരു ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ റേഞ്ച് കാണാൻ പറയും. അപ്പോൾ റേഞ്ച് കാണുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻസിനെയാണ് നോക്കുന്നത്. അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നാണ് ഫ്രീക്വൻസി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒബ്സർവേഷൻസിൻ്റെ റേഞ്ച് കാണുക എന്നാണ്. ഈ ഒബ്സർവേഷനിലെ ഹയസ്റ്റ് ഒബ്സർവേഷൻ ഏതാണ്, 60, വിച്ച് ഇസ് ദ ലോവസ്റ്റ് ഒബ്സർവേഷൻ 10. അപ്പോൾ വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് എൽ വിച്ച് ഇസ് 60 മൈനസ് 10, 50. ഇപ്പോൾ 50 ആണ് ഈ ഡാറ്റയുടെ റേഞ്ച്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്തായിരിക്കും? അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. അപ്പോൾ എന്താ വരിക, 60 മൈനസ് 10 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 10 വിച്ച് ഈസ് 50 ഡിവൈഡഡ് ബൈ 70 വിച്ച് ഈസ് 5/7. അപ്പോൾ 5/7 ദറ്റ് ഈസ് 0.7 സംതിങ് വരും അല്ലേ. അപ്പോൾ ഇതായിരിക്കും കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കിട്ടുന്നത്. ഇനിയിപ്പം കണ്ടിന്യൂസ് സീരീസിലേക്ക് പോവുകയാണെങ്കിലോ, കണ്ടിന്യൂസ് സീരീസിലേക്ക് പോവുകയാണെങ്കിൽ റേഞ്ച് ഇസ് ഈക്വൽ ടു, റേഞ്ച് കാണണമെങ്കിൽ ഇപ്പോൾ ക്ലാസ്സസും ഫ്രീക്വൻസി ഉണ്ടാവും അല്ലേ, ക്ലാസ്സസും ഉണ്ടാവും ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഇപ്പോൾ ഡാറ്റ, എനിക്കൊരു തന്നിരിക്കുന്ന ഡാറ്റ 5 to 10, 10 to 15, 15 to 20, 20 to 25 ഇതാണ് ഡാറ്റ വിത്ത് സം ഫ്രീക്വൻസീസ് 12, 10, 8, 7 ഇങ്ങനെ ഒരു ഡാറ്റ തന്നിരിക്കുന്നു. ഇവിടെയും റേഞ്ച് കാണുക എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ വാല്യൂസിനെ കുറിച്ചിട്ട് ഒബ്സർവേഷനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ഇവിടുന്നാണ് തരുന്നത്. ഇതിൽ ഹയസ്റ്റ്, ഇതിൽ ഉൾപ്പെടുത്താവുന്ന ഹയസ്റ്റ് വാല്യൂ ഇസ് 25. ദാറ്റ് ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദി ലാസ്റ്റ് ക്ലാസ് മൈനസ് ലോവർ ലിമിറ്റ് ഇസ് 15. അതായത് ലീസ്റ്റ് വാല്യൂ ഇസ് ലോവർ ലിമിറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് വിച്ച് ഇസ് 5 അല്ലേ. അപ്പോൾ 25 മൈനസ് 5 ദ റേഞ്ച് ഇസ് 20. അതുമാതിരി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് എൽ എന്ന് പറഞ്ഞാൽ 25 മൈനസ് 5 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 5 ദറ്റ് ഈസ് ഈക്വൽ ടു 20/30 വിച്ച് ഇസ് ഈക്വൽ ടു 2/3 അല്ലേ. അപ്പോൾ 0.666 എന്ന് വരും. 67 എന്ന് പറഞ്ഞതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. അപ്പോൾ ഇങ്ങനെയാണ് റേഞ്ച് കാണുക. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ മെഷർ അല്ലേ, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് എന്ന് പറയാം.
വലിയ മോശമില്ലാതെ എല്ലാ കേസിലൊക്കെ നമുക്ക് കിട്ടാൻ പറ്റും. ഓപ്പൺ എൻഡ് ഡാറ്റയിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ?